നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. എന്താ ചേച്ചി, അവരെന്തു പറഞ്ഞു? നല്ല കൂട്ടരാ. ആ ശ്രീകലിയ സംസാരിക്കുന്നതെല്ലാം. അതെ ചേച്ചി, അവരാണ് എല്ലാം ഭരിക്കുന്നത്. ഇപ്പോ അവരുടെ ഭർത്താവായിരിക്കുന്ന തമ്പയുണ്ടല്ലോ, അയാള് ശ്രീകലാമ്മയുടെ ആദ്യ ഭർത്താവിന്റെ കമ്പനി മാനേജറായിരുന്നു. ഈ ആദ്യ ഭർത്താവ് എന്ന് പറയുന്നത് സന്ദീപിന്റെ അച്ഛൻ അല്ലേ? അതെ. അദ്ദേഹം മരിച്ച ശേഷമാണ് ശ്രീകലാമ്മ തമ്പിയെ രണ്ടാം ഭർത്താവായി സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ അയാൾക്ക് ജോലിക്കാരന്റെ വിലയുള്ളൂ. അതൊക്കെ പോട്ടെ, ചേച്ചി പോയ കാര്യം എന്തായി? സന്ദീപിന്റെ ഒരാഗ്രഹത്തിനും അവരെ എതിര് നിൽക്കൂലെന്ന് പറഞ്ഞു. പിന്നെ ദേവൂട്ടിയുടെ കാര്യത്തിൽ എതിര് പറഞ്ഞതിൽ കാര്യമുണ്ട്. ഇങ്ങനെ മിണ്ടാനും പറയാനും കഴിയാത്തൊരു പെൺകുട്ടിയെ കെട്ടിക്കൊണ്ടുവരാൻ നമ്മളായാലും സമ്മതിക്കില്ലല്ലോ. എന്നിട്ട് ചേച്ചി അഖിലയുടെ കാര്യം സംസാരിച്ചില്ലേ? സംസാരിച്ചു. അവർക്കതിലെതിരൊന്നുമില്ല. ആണോ? പക്ഷേ സന്ദീപിന്റെ സമ്മതം വേണം. അവൻ അഖിലയുടെ കാര്യത്തിൽ സമ്മതം പറഞ്ഞ അപ്പ അവര് കല്യാണത്തിന് തയ്യാറാവും. അങ്ങനെ അവര് പറഞ്ഞോ? അല്ല, അങ്ങനെ പറഞ്ഞില്ല. പക്ഷേ അവരുടെ വാക്കുകളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയെടുത്തതാ. അതുകൊണ്ട് രവി, പറയൂ ചേച്ചി. ഇനിയെല്ലാം നിന്റെ കയ്യിലാ. എന്റെ കയ്യിലോ? ആ, ഇതിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ചേച്ചി? നീ വന്നേ, വാ. എടാ, നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. സന്ദീപിന് ഇഷ്ടാവുന്ന ചീത്തപ്പേരോ അംഗവൈകല്യോ ഇല്ലാത്ത ഏതൊരു പെൺകുട്ടിയും അവര് സ്വീകരിക്കും. നമ്മുടെ കുടുംബ പശ്ചാത്തലം സാമ്പത്തിക സ്ഥിതിയൊന്നും അവർക്ക് പ്രശ്നമല്ലാന്ന് ദേവൂട്ടി അന്വേഷിച്ചു വന്നപ്പോഴേ എനിക്ക് മനസ്സിലായി. അപ്പോ അവിടെ ഒരു തടസ്സം ഉണ്ടാവാനിടയില്ല. പിന്നെയുള്ളത് സന്ദീപ. ദേവൂട്ടിയോട് അവന് തോന്നിയ ഇഷ്ടം എന്റെ മോളോട് തോന്നണം. എങ്കിലും ഞാൻ ജയിച്ചു. അതാ ഇനിയെല്ലാം നിന്റെ കയ്യിലാന്ന് പറഞ്ഞേ. ഞാൻ എന്ത് ചെയ്യണം ചേച്ചി, അത് പറ. കേട്ടിടത്തോളം സന്ദീപിന് ഇപ്പോഴും ദേവൂട്ടിയോടുള്ള ഇഷ്ടത്തിന് കുറവൊന്നും വന്നിട്ടില്ല. അവന് ദേവൂട്ടിയോടുള്ള ഇഷ്ടം കുറയണം. അവൻ അവളെ വെറുക്കണം. പകരം എന്റെ മോളെ അവൻ ഇഷ്ടപ്പെടണം. അമ്മേ, ഇതാണ് എന്റെ പെണ്ണെന്ന് അവൻ പോയി ശ്രീകലാമ്മയോട് പറയണം. അങ്ങനൊരു മനംമാറ്റം അവന് വന്നാ പിന്നെ നമ്മൾ ജയിച്ചു രവി. ഇവിടെ ഇപ്പത്തെ അവസ്ഥയില് സന്ദീപിന്റെ മനസ്സ് മാറ്റിയെടുക്കുന്ന ഈ കാര്യം പറഞ്ഞേൽപ്പിക്കാൻ എനിക്ക് നീ മാത്രമേ ഉള്ളൂ. ദേ, അവനോടുള്ള അടുപ്പും സ്വാതന്ത്ര്യവും നീ പരമാവധി ഉപയോഗിക്കണം. എനിക്ക് വേണ്ടി നീ ഇത് ചെയ്തു തരണം. ചേച്ചി, സന്ദീപ് സാറിന്റെ മനസ്സ് കുറച്ചൊക്കെ എനിക്കറിയാം. അതിൽ ദേവൂട്ടിക്ക് വലിയ സ്ഥാനമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ആളൊരു പ്രത്യേക സ്വഭാവക്കാരനാ ചേച്ചി. ഒരു കാര്യത്തിന് മനസ്സുറപ്പിച്ചാ അതിൽ നിന്ന് മാറിക്കിട്ടാൻ വലിയ പാടാ ചേച്ചി. ഇപ്പതാ ദേവൂട്ടിയുടെ കാര്യം. അവളെ ആദ്യം കാണുമ്പോ അവള് സംസാരിക്കില്ലെന്നോ നടക്കാൻ പ്രയാസമുണ്ടെന്നോ ഒന്നും ആൾക്കറിയില്ലായിരുന്നു. അവളോട് പ്രേമം തോന്നുമ്പോഴും ആൾ അതൊന്നും അറിഞ്ഞിട്ടില്ല. ഇപ്പൊ എല്ലാം അറിഞ്ഞു. അറിഞ്ഞു കഴിഞ്ഞിട്ടും ആള് ആ ഇഷ്ടത്തിൽ നിന്നും ഒട്ടും തന്നെ പുറകോട്ടില്ല. അതാണ് സ്വഭാവം. നീ ഒന്ന് ഉത്സാഹിച്ച് ശ്രമിച്ച അതൊക്കെ മാറും. മാറ്റിയെടുക്കാൻ കഴിയും. ഞാനൊന്ന് നോക്കട്ടെ. എന്തായാലും ചേച്ചി ചെല്ല്, ഞാൻ പുള്ളിയോട് സംസാരിക്കാം. ദേ, എന്റെ കുട്ടിയുടെ കാര്യമായതുകൊണ്ട് നീ ഉപേക്ഷയൊന്നും വിചാരിക്കരുത്. ഇല്ല ചേച്ചി, ചേച്ചി ധൈര്യമായിട്ട് പോ. കുറച്ച് സമയം എടുത്തിട്ടായാലും ഞാൻ സന്ദീപ് സാറിന്റെ മനസ്സ് മാറ്റിയെടുക്കും. ദേവൂട്ടിക്ക് പകരം സാറ് അഖിലയെ സ്നേഹിക്കുന്ന ഒരു ദിവസം വരും, ഉറപ്പ്. ഈ ലോകം വലിയ തമാശ കുമാരട്ടാ. വാസ്തുവും ധനരാശിയും ഒക്കെ നോക്കി മറ്റുള്ളവർക്ക് വീട് പണിയുന്ന മൂത്താശാരിയുടെ വീട് എന്നും ദാരിദ്ര്യത്തിലായിരിക്കും. ATM-ൽ പണം നിറയ്ക്കാൻ പോകുന്നവൻ കടം വാങ്ങിയിട്ടായിരിക്കും സ്വന്തം വണ്ടിയിൽ പെട്രോൾ അടിക്കുന്നത്. എന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയാൻ? അല്ല, ദേവൂട്ടിയുടെ കാര്യം ഓർക്കുമ്പോ വേറെ ആരുടെ കാര്യം പറഞ്ഞ് ദേവൂട്ടി ദേവിയുടെ മുന്നിൽ ചെന്ന് പ്രാർത്ഥിച്ചാലും അതപ്പം നടക്കും. പക്ഷെ അവളുടെ കാര്യം, അതെന്ത് കാര്യമായാലും മുടങ്ങും. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവര് നമ്മുടെ കാര്യങ്ങൾ നോക്കി നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവണം നമ്മൾ ചിന്തിക്കാറുണ്ടല്ലോ. അതുപോലെ ദേവിയും ചിന്തിക്കുന്നുണ്ടാവും. ഏയ്, അങ്ങനെയൊന്നും അല്ല. ദേവി അവൾക്ക് നല്ലത് കണ്ടിട്ടുണ്ടാവും. അതുകൊണ്ടാ. അത് പോട്ടെ, ദേവൂട്ടിയുടെ കാര്യത്തിൽ ഇനി എന്താ ചെയ്യാൻ പോകുന്നേ? ഒരു നിശ്ചയമല്ല കുമാരേട്ട. ദേവൂട്ടിയുടെ കുറവുകളാണെന്ന് ഇതുവരെയും ചിന്തിച്ചിരുന്നില്ല. പക്ഷെ ആ കുറവുകള് പല വിധത്തിൽ അവളെ പിന്നോട്ട് വലിക്കുന്നുണ്ടെന്ന് ഇപ്പൊ മനസ്സിലാവുന്നു.
അവളുടെ ഭാവിയെക്കുറിച്ച് കാര്യമായിട്ട് തന്നെ ചിന്തിക്കണം. എങ്ങനെയാ അത് സുരക്ഷിതമാക്കണം? ഈ പെണ്ണ് കാണല് എന്നെ അതാണ് ബോധ്യപ്പെടുത്തുന്നത് കുമാരേട്ട. അങ്ങനെ ഒരു ചിന്ത നല്ലതാണ്. അതിനുവേണ്ടി കരുതലെടുക്കുന്നതും നല്ലതാണ്. ദേവൂട്ടിയുടെ കുറവുകൾ തന്നെയാണ് എന്ന് വെച്ച് അവൾ കഥയില്ലാത്തൊരു പെൺകുട്ടിയല്ല. എല്ലാ കാര്യത്തിലും ഉറച്ച നിലപാടുള്ള കുട്ടി അവള്. അതുകൊണ്ടാണ് സന്ദീപും കൂട്ടരും വന്നുപോയിട്ടും ദേവൂട്ടിക്ക് ഒരു കുലുക്കവും വരാത്തത്. അറിയില്ല കുമാരേട്ട, അങ്ങനെ ഒരു ധൈര്യം അവൾക്കുണ്ടെങ്കിൽ അത് നല്ലതാണ്. സുരേന്ദ്രൻ പുറത്തോട്ട് പോയി, ഇപ്പൊ വരും. മോളെ, ആ സന്ദീപിന്റെ വീട്ടുകാരൊന്നും പറയാതെ പോയപ്പോ മോക്ക് വിഷമം തോന്നിയോ? ഒന്നും അത്യാവശ്യമല്ലെന്നോ? വിവാഹം പോലും വേണ്ടെന്നോ? അത് തന്റെ ഇടം. എന്റെ ദേവൂട്ടി ഒരു തൊട്ടാവാടിയല്ലെന്ന് എനിക്ക് പണ്ടേ അറിയാം. ഈ തന്റെ ഇടം അതെനിക്കിഷ്ടായി. കൈ കൊടുമോളെ. എന്റെ കുട്ടി ഒന്നിനു മുന്നിലും തളർന്നു പോകാതെ തന്റെ ഇടത്തോടെ ജീവിച്ചു കാണിക്കുന്നത് മരിക്കുവോളം കുമാരേട്ടന് കാണണം. ചായ എടുക്കട്ടെ? ഇല്ല, വരുന്ന വഴിക്ക് ഗോപിയുടെ കടയിൽ നിന്ന് കുടിച്ചു. ഞാനേ ഇന്നൊരിടം വരെ പോയി. എവിടെയെന്ന് ചോദിക്കേ? ചോദിച്ചു. എവിടെ? ഇനി പറ. സന്ദീപിന്റെ അമ്മയില്ലേ ശ്രീകല, അവരെ കാണാൻ പോയി. എന്തിനാ അവരെ കാണാൻ പോയെ? നമ്മുടെ മോളുടെ കാര്യം സംസാരിക്കാൻ, അല്ലാതെന്തിനാ? ദേവൂട്ടിയുടെ കാര്യം നടക്കലെന്ന് തീരുമാനമായിട്ട് അവരിവിടെ നിന്ന് ഇറങ്ങിപ്പോയതല്ലേ? ഞാൻ പോയതേ അഖിലയുടെ കാര്യം സംസാരിക്കാനാ. സന്ദീപിനെ കൊണ്ട് അഖിലയെ കല്യാണം കഴിപ്പിക്കാനാവോന്ന് അന്വേഷിക്കാനാ. എന്നിട്ട് അവരെ കണ്ടോ? അവരോട് സംസാരിച്ചോ? അവരെ കണ്ടു, അവരോടെല്ലാം സംസാരിക്കുകയും ചെയ്തു. അവർക്കേ ഒരു എതിർപ്പുമില്ല. പക്ഷേ എന്താ പക്ഷേ? അവർക്ക് എതിർപ്പില്ലാന്ന് മാത്രല്ല, അങ്ങേയറ്റം സമ്മതവാ. പക്ഷേ അവര് സമ്മതിച്ചോണ്ട് മാത്രം കാര്യമില്ല, സന്ദീപ് സമ്മതിക്കണം. അവൻ സമ്മതിച്ച എല്ലാം നടക്കും അവര് പറഞ്ഞേ. അതിനെന്തെങ്കിലും ചെയ്യാനുണ്ടോ? ഇല്ലല്ലോ. ഉണ്ടല്ലോ, അതിനും വഴി കണ്ടെത്തിയിട്ടുണ്ട്. നമ്മുടെ ആ രവിയില്ലേ? ഏത് രവി? ആ പന്തലിന്റെ കോൺട്രാക്ട് ഒക്കെ എടുത്ത് നടക്കുന്ന രവി. അയാളും സന്ദീപുമായിട്ട് നല്ല അടുപ്പാ. സന്ദീപിനോട് സംസാരിക്കാൻ അവനെ പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട്. അവൻ സംസാരിക്കും. അഖിലമോൾക്കൊരു നല്ല ബന്ധം ഉണ്ടാകുന്നത് എനിക്ക് സന്തോഷമുള്ള കാര്യം. ഇതല്ലെങ്കിൽ മറ്റൊരു ബന്ധം, നല്ലൊരു ബന്ധം. പക്ഷേ നമ്മുടെ തന്നെ ഒരു കുട്ടിയെ കാണാൻ വന്നിട്ട് ഇഷ്ടമാകാതെ ഇറങ്ങിപ്പോയൊരു കൂട്ടരെ അടുത്ത കുട്ടിയെ കാണിച്ചു വിളിക്കുന്നതിൽ എന്തോ ഒരു സുഖക്കേടുണ്ട്. അമ്മയ്ക്ക് അങ്ങനെ എന്തെങ്കിലും സുഖക്കേട് തോന്നുന്നുണ്ടെങ്കിൽ അത് അമ്മയുടെ കാര്യം.